നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടായി ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തായിരിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇല്ലെങ്കിൽ ഉടനെ തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാലക്കൂട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനൊന്ന് സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി വേണം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 4 ഏലക്ക, 3-4 ഗ്രാമ്പും, ചെറിയൊരു പീസ് പട്ടയും, പിന്നെ ഒരു 3-4 വറ്റൽ മുളകുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മസാലക്കൂട്ടുകൾ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. 4-5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ വേറൊരു പാത്രം ഒന്ന് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അധികം എണ്ണ ഇല്ലാതെ വളരെ കുറച്ച് ഓയിലാണ് കേട്ടോ നമ്മളിതായ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെല്ലാം ഒരു പാത്രത്തിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. പിന്നെ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല, ഒന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതൊന്നിരുന്ന് അവിടെ ഇരുന്ന് റെഡി ആകട്ടെ. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ടേ നമുക്കത് വേറൊരു പാനിനെ ഒന്ന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മസാലക്കൂട്ടുകളൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇത് കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3 ചെറിയ സൈസിലുള്ള സവാളയാണ്, അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ കേട്ടോ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ അതൊന്ന് വഴറ്റിയെടുക്കണേ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചിക്കനിൻ്റെ ഒരു പാത്രത്തിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതുകൊണ്ടാണ് ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഒരു ഓയിൽ കിടന്നിട്ട് തന്നെ ആ ചിക്കനൊന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് സവാളയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാനായിട്ട് അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ചേർത്തെടുക്കാം. 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം, ഒരു പീസ് ഇഞ്ചിയും, പിന്നെ ഒരു 3-4 പച്ചമുളക്, അത്ര മതിയേ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചിക്കൻ കടയിൽ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതാ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച ചുവന്ന് മാറി വരുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് ചേർത്തെടുക്കാം. ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് അതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി നല്ല രീതിയിലൊന്ന് കുക്കാക്കി എടുക്കാം. ചിക്കൻ എന്തായെന്ന് നോക്കാം. അപ്പോൾ അതാ കണ്ടോ, ചിക്കൻ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ടേ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്കിലേ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ഫ്രൈ പോലെ ഒന്ന് ആയി കിട്ടുള്ളൂ. അപ്പോൾ ആ ചിക്കൻ ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒരു പുറത്തൊക്കെ നല്ല രീതിയിലൊന്ന് ഫ്രൈ പോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ ആ ഒരു മസാലക്കൂട്ട്, അതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനല്ല എങ്കിൽ തീരെ തരിതരിപ്പല്ല, ആ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു തരിയുണ്ട്. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കൂട്ടിനെ എല്ലാം ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ആവശ്യമുണ്ട്. നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത്രയും മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. കുറച്ച് ഗ്രേവിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വഴിച്ചെടുത്ത ആ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തതാണ്. ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർക്ക് ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കറി നമുക്ക് വേണമല്ലോ, ഒരു സെമി ഗ്രേവിയാണ്. അപ്പം അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യാം കേട്ടോ, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സവാള വഴറ്റപ്പോഴും ചേർത്ത് കൊടുത്ത്. ഇനി വേണമെങ്കിൽ നമുക്ക് കറിയൊക്കെ ഒന്ന് തിളച്ച് സെറ്റ് വരുന്ന സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ ഇതാ തിളച്ച് സെറ്റ് വന്നിട്ടുണ്ട്. ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കടായിക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള വേണം കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇങ്ങനെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ട് അത് ചെറിയ അതിൻ്റെ ഇതളുണ്ടല്ലോ അതെല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കണേ. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കം കേട്ടോ. നല്ല വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാമേ. അപ്പോൾ ഞാൻ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പാൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ചെറുതായിട്ടൊന്ന് രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. സവാളയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു കൂട്ട് നമുക്കിനി ആ ഒരു ചിക്കൻ കടായിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണേ. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ചേർക്കുമ്പോൾ തന്നെ ആ ഒരു ചിക്കൻ കടായി സ്മെല്ല് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു സ്മെല്ല് കാണുമല്ലോ. അപ്പം ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ആ ഒരു മസാല നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലേ, അതിൻ്റെ കൂടെ അതും കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണേ. അപ്പം കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു ലുക്ക് നല്ലതായിരിക്കും. അപ്പം എൻ്റെ കരി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. ചപ്പാത്തി, പൊറോട്ട ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണേ. ഞാൻ ഒരു ചിക്കൻ കടായി രാത്രി ഡിന്നറിന് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ രാത്രി ഡിന്നറിന് എന്താണ് കഴിച്ചതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറേ ദിവസം കഴിഞ്ഞാണ് ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ മറന്നു എന്താണ് കഴിച്ചതെന്നുള്ളത്. അപ്പോൾ അത് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ പുട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പപ്പടും ആ ഒരു ചിക്കൻ കടായി നല്ല കോമ്പിനേഷൻ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.